ഇന്നേക്ക് 9ാം ദിവസം എന്റെ മാരേജ് ആണ്. സോ ഗൈസ് ലെറ്റ്സ് സീ ഞാൻ എന്റെ മാരേജിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്. മൈ സെൽഫ് ഗായത്രി ആൻഡ് യു ആർ വാച്ചിങ് ഗായു ഹിയർ. കുറച്ച് ദിവസമായിട്ട് നല്ല അലച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊന്നും ചെയ്തില്ല. നന്നായി കിടന്നുറങ്ങി, ബോഡിക്ക് നല്ല റെസ്റ്റ് കൊടുത്തു. ആൻഡ് ടൈം ആയപ്പോൾ ഞാൻ വർക്കിന് കയറി. വർക്കിന് ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒരു ഐ പാച്ചസ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ലോണം സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല തലവേദനയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ എത്രാമത്തെ ദിവസം ഈ വീഡിയോ ഇടുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ബട്ട് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്കാണെന്ന് ഇത്ര കാലമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ കല്യാണ പെണ്ണാവുക, കല്യാണ ചെക്കനാവുക പറഞ്ഞാൽ ഫുൾ അലച്ചിലാണ്. അതൊന്ന് കെട്ടിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ കെട്ടാൻ പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നുള്ളത് എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായി. എനിക്ക് പിന്നെ ഈ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരു ദിവസത്തിൽ ഉറങ്ങുന്നത് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ്. അത് കഴിഞ്ഞാൽ ഫുൾ ട്രാവലാണ്, നേരെ വന്ന് വർക്കിനിരിക്കുക. ആൻഡ് പിന്നെയും കുറച്ച് നേരം ഒരു 2 മണിക്കൂർ ഉറങ്ങാൻ, നെക്സ്റ്റ് ഡേ വീണ്ടും റിപ്പീറ്റ്. ഇതിനിടയ്ക്ക് എനിക്ക് ഒന്ന് ഫോൺ നോക്കാനോ ഒന്നിനും ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് എനിക്ക് എന്തോ ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോകുന്നവർക്ക് അറിയാം ഇത് എന്തോരം പണിയുള്ളൊരു കാര്യമാണെന്ന്. ആൻഡ് എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ശരിക്കും സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. സോ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത് എൻ്റെ ഹെൽത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി കിട്ടുന്ന സമയം എത്രയും വേഗം ഉറങ്ങി തീർക്കാമെന്നാണ് ഞാൻ കരുതാറുള്ളത്. ഈ ഐ പാച്ചസ് വയ്ക്കുമ്പോൾ ആക്ച്വലി കണ്ണ് നല്ല കുളിർമയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇതുകൊണ്ട് വേറെ ഗുണമൊന്നുമില്ല, ബട്ട് ഒരു കുളിർമ അതൊരു സുഖമാണല്ലോ. അതിന് വേണ്ടി മാത്രമാണ് ഞാനിത് വെക്കുന്നത്. ഇന്ന് എനിക്ക് 4 മണി വരെ വർക്ക് ഉണ്ടായിരുന്നു. സോ ആ വർക്ക് കഴിഞ്ഞു ഞാൻ നേരെ കയറി കിടന്നുറങ്ങി. അപ്പോൾ ബാക്കി കല്യാണ വിശേഷങ്ങൾ നാളെ കാണാം. ടിൽ ദെൻ ബൈ.